പ്രസിഡന്റിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് എം ലിജു UDF സ്ഥാനാർത്ഥി ഉണ്ട്. ലിജുവിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ തിരക്കേറിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടയ്ക്ക് യാത്രക്കിടയിലാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ 3 തവണ ജനവിധി തേടിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വിജയമുണ്ടായില്ല എന്നത് വാസ്തവമാണ്. അതേസമയം കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായ പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, കോൺഗ്രസ് പാർട്ടിയുടെ വളരെ സജീവ സാന്നിധ്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ ഏറ്റവും അധികം നൽകുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് എം ലിജു. ലിജുവിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നമസ്കാരം. ലിജു നമസ്കാരം. നമ്മൾ തെരഞ്ഞെടുപ്പിൽ 2016 കായംകുളത്ത് തെരഞ്ഞെടുപ്പിൽ ആണ് ആദ്യമായി താങ്കൾ അംഗം കുറിച്ചത്. അതേ അവസരത്തിൽ വളരെ നേരത്തെ തന്നെ താങ്കളുടെ വൈജ്ഞാനികവും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കണ്ടൻഫുള്ളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള താങ്കളുടെ ഉള്ളടക്കം മുൻനിർത്തി തന്നെ ആണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം വളരെ ആവേശപൂർവ്വമാണ് കായംകുളത്ത് തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് വന്നത്. ആ തവണ കേരളത്തിൽ മൊത്തത്തിൽ ആഞ്ഞു വീശിയ UDF വിരുദ്ധമായ ഒരു തരംഗത്തിൽ താങ്കൾക്ക് കായംകുളം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. 2016 ഒരു തനിയാവർത്തനം എന്ന നിലയ്ക്ക് വീണ്ടും താങ്കൾ കായംകുളത്ത് വരുമ്പോൾ അന്ന് താങ്കളുടെ എതിരാളിയായിരുന്ന ഏതാണ്ട് ഒരേ കാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു എതിരാളി അഡ്വക്കേറ്റ് യു പ്രതിഭയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. എന്തു തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 2016 നിന്ന് ഭിന്നമായി എന്തൊക്കെ സാധ്യതയാണ് 2026 എത്തുമ്പോൾ 10 വർഷം പിന്നിടുമ്പോൾ കായംകുളം നൽകുന്നത്? 2016 തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ശേഷം എനിക്കിപ്പോൾ 2026 പാർട്ടി എന്നോട് ഇവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. അന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ല, പല ഘടകങ്ങളുണ്ടായിരുന്നു. ഇന്ന് 2026 തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എനിക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. തീർച്ചയായും ജയിക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പാണ് കായംകുളത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ 2016 കായംകുളം 2026 എത്തിയിട്ടും വളരെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് വികസനപരമായി മുന്നോട്ട് പോയിട്ടില്ല. കായംകുളത്തിൻ്റെ പൊട്ടൻഷ്യൽ ഒരു ദശകം കഴിഞ്ഞിട്ടും ചുരുക്കം ചില സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒരു ആസൂത്രിത വികസനം കായംകുളത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി കാര്യങ്ങളുണ്ട്. പിന്നീട് കൂടുതൽ സാഹചര്യങ്ങളിൽ വഷളാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കായംകുളത്തെ സംബന്ധിച്ച് ദേശീയപാത വന്നു. ദേശീയപാത അതൊരു ഉയരപാതയായിരുന്നു, ഒരു പില്ലർമേലൊരു പാതയായിരുന്നു വരേണ്ടിയിരുന്നത്. അത് എല്ലായിടത്തും ഇപ്പം നമുക്ക് അരൂര് പോയാലും, ചേർത്തല പോയാലും, ആലപ്പുഴ പോയാലും, അമ്പലപ്പുഴ വന്നാലും, ഹരിപ്പാട് വന്നാലും, അപ്പുറത്ത് കരുനാഗപ്പള്ളി വന്നാലും തരത്തിലുള്ള ഉയരപാതയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജംഗ്ഷനുകളുടെ വികസനം തടസ്സപ്പെടുന്ന തരത്തിലല്ല. ഇവിടെ അടുത്തൊരു 50 വർഷക്കാലത്തേക്ക് കായംകുളത്തിന് മേൽ ഒരു ആണി അടിച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ വികസനം ഇത്തരം ഒരു ദേശീയപാത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം വളരെ നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ രൂപരേഖയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടൽ നടത്തിയിട്ടില്ല. ഇത്തരം മീറ്റിങ്ങുകളിൽ പോലും എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിലൊന്നും ജനപ്രതിനിധിക്ക് കാര്യമില്ല എന്നുള്ളതാണ് വെർഷൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദേശീയപാത കായംകുളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. KSRTC സ്റ്റാൻഡ് ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോഴും ഞാൻ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വിദ്യാർത്ഥി ദിന കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ളൊരു സ്റ്റാൻഡായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 10 വർഷവും ശേഷവും ഇന്ന് വരുമ്പോഴും അവിടെ ഒരു ഗർത്തമല്ലാതെ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ബോർഡല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴോ പണിതീരും എന്ന് പറഞ്ഞിരിക്കുന്ന പിന്നെ തിയേറ്റർ കോംപ്ലക്സും എല്ലാം അതേപടി നിൽക്കുകയാണ്. ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി ഇതെല്ലാം തന്നെ ശൂന്യതയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇപ്പം നമ്മളിപ്പോൾ പുതുപ്പള്ളിയിലേക്ക് പോകുന്നു. പുതുപ്പള്ളിയൊക്കെ വലിയ പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളാണ്, വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം നടന്ന സ്ഥലമാണ് പുതുപ്പള്ളി. അപ്പോൾ അതിൻ്റെയൊക്കെ ആത്മീയ സാംസ്കാരിക മൂല്യത്തെ തിരിച്ചറിയാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൃത്യമായി എനിക്ക് തോന്നുന്നു. അപ്പോൾ കായംകുളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്തിട്ടില്ല. ഇവിടെ നഗരത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര ആളുകൾ വരുന്നതാണ്. ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഓപ്പൺ ചെയ്തതായി കാണുന്നില്ല.
ഒരു സ്റ്റേഡിയമില്ല. താങ്കൾ തന്നെയാണ് കായംകുളത്ത് മത്സരിക്കുക എന്ന് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. എന്നോട് പാർട്ടി എനിക്ക് ചുമതല നൽകിയത് അമ്പലപ്പുഴയിലാണ്. പക്ഷേ മത്സര താല്പര്യവും അമ്പലപ്പുഴയിലാണ് മത്സരിക്കാനുള്ളൊരു പാർട്ടി നിർദ്ദേശം ഏകദേശം അങ്ങനെ ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് ശ്രീ ജി സുധാകരനെ CPIM അപമാനിച്ച് പുറത്താക്കിയത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിനെ പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എന്നോട് ഇവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കായംകുളം ഒരിക്കലും എനിക്ക് അന്യമായ പ്രദേശമല്ലല്ലോ. എൻ്റെ SU വിദ്യാർത്ഥി കാലഘട്ടം മുതൽ സ്കൂൾ കാലഘട്ടം മുതൽ ബന്ധപ്പെടുന്നൊരു സ്ഥലമാണ്. എൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സൗഹൃദങ്ങൾ. എന്നാലും വൈകി മാത്രം എത്തിയത് കൊണ്ട് ഒരു ഹോംവർക്കിന്റെ കുറവ്, അല്പം ഒരു ഗൃഹപാഠം ചെയ്യാൻ കഴിയാതെ പോയി. അങ്ങനെയല്ല, ഒരു തെരഞ്ഞെടുപ്പ് ഓറിയന്റഡായ ഒരു പ്രവർത്തനം ഞാൻ നടത്തിയിട്ടില്ല. പക്ഷെ ഒരു സജീവമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇലക്ഷൻ ഹോംവർക്ക് എന്ന രീതിയിൽ ഒരു വർക്ക് ഞാൻ നടത്തിയിട്ടില്ല. പക്ഷെ അതൊന്നും ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നൊരു തോന്നലേ എനിക്കില്ല. കാരണം ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഒട്ടും തന്നെ അന്യതാബോധമില്ല. ഏത് സ്ഥലത്തും എല്ലാ സ്ഥലവും പരിചിതമാണ്, എല്ലാവരും പരിചിതരാണ്. ഇവിടുത്തെ വിഷയങ്ങളും എനിക്കറിയാം കൃത്യമായി. അതുകൊണ്ടൊരു അന്യതാബോധമില്ല. ഓക്കെ, തീർച്ചയായിട്ടും കായംകുളം അന്യമല്ലാത്ത സമീപസ്ഥമായ സ്ഥലം തന്നെയാണ്. ആ നിലയ്ക്ക് താങ്കളുടെ ഒരു കായംകുളത്തുകാരനായി മാറും MLA ആയാൽ. തീർച്ചയായും ഞാൻ കായംകുളത്തുകാരനാണല്ലോ. എൻ്റെ ഭാര്യ വീട് ഉൾപ്പെടെ കായംകുളത്താണ്. കായംകുളത്ത് ഒരിക്കലും നമ്മൾ അന്യമായ ഒരു സ്ഥലമേ അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കായംകുളത്തുകാരൻ തന്നെയാണ്. എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ, എല്ലാവരും നിരവധി ആളുകളുള്ള സ്ഥലമല്ലേ കായംകുളം. അതുകൊണ്ട് കായംകുളം ഒരിക്കലും എനിക്കൊരു അന്യമായൊരു പ്രദേശമേ അല്ല. നേരത്തെ പറഞ്ഞപ്പോൾ കായംകുളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താലൂക്കിൻ്റെ കാര്യവും പറയാൻ പറ്റും. എത്രയോ വർഷങ്ങളെ പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു ഭരണപക്ഷ MLAക്ക് കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായിട്ട് അവസരം ലഭിച്ചിട്ടും കായംകുളം താലൂക്കിനെ കുറിച്ച് ഒരു ചർച്ച പോലും ഉയർത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് പുതിയ താലൂക്കുകളൊന്നും അനുവദിച്ചിട്ടില്ല എന്നാണ് അതാണല്ലോ ഒരു ജനപ്രതിനിധിയുടെ ഇടപെടലിൻ്റെ കരുത്ത്. അനുവദിക്കാത്തിടത്ത് അനുവദിക്കാൻ തക്ക ഇന്റലക്ച്വലായും അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് കായംകുളത്തിനൊരു ജനപ്രതിനിധിയുടെ ആൻറ്റിസിപ്പേഷൻ, അതാണ് ജനപ്രതിനിധി ഇടപെടൽ നടത്തേണ്ടത്. അവിടെയാണ് ഇപ്പോൾ എല്ലാ നോർമലായി നടക്കുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ജനപ്രതിനിധിയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പം ഒരു ചികിത്സാ സഹായം കിട്ടാൻ, മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പോർട്ടലുണ്ട്. എല്ലാ സാധാരണക്കാരും ഇപ്പോൾ അവൈലബിൾ ആണ്. ഡിജിറ്റലായിട്ടും ഒക്കെ അവെയറായ ഒരു സംഭവം അതിനകത്ത് അപേക്ഷിക്കും. അതിനകത്തൊരു മിനിമം തുക അനുവദിക്കും. അത് ജനപ്രതിനിധിയുടെ മികവായിട്ട് പറയാൻ സാധിക്കും. പിന്നെ റോഡുകൾ സാധാരണഗതിയിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ പരിധി വരുന്ന റോഡുകൾ ആ മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുമ്പോൾ ആ പ്രദേശത്തെ റോഡുകൾ വരും. അതിന് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതല്ല ഒരു ജനപ്രതിനിധിയുടെ ദൗത്യം. ജനപ്രതിനിധിയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ വികസനത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് വേണം, ഒരു മുൻഗണനാക്രമം വേണം. ഏതാണ് പ്രാധാന്യം വരേണ്ടത്, ഏതിനാണ് പ്രാധാന്യം? ഇപ്പോൾ 2 വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ജനപ്രതിനിധിയുടെ കൊടുക്കേണ്ട മുൻഗണന ആർക്കാണ്? ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രയോജനം കിട്ടുന്നത്, അല്ലെങ്കിൽ ആ നാടിൻ്റെ പൊതുവികസനത്തിൽ കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഏതാണോ അതാണ് എടുക്കേണ്ടത്. അതല്ലാതെ എനിക്ക് അടുപ്പമുള്ള ഒരാൾ വന്നിട്ട് ഒരു വർക്ക് തരണമെന്ന് പറയുമ്പോൾ കൊടുക്കുന്നതല്ല ജനപ്രതിനിധിയുടെ ദൗത്യം. ജനപ്രതിനിധി ആ ഒരു നാടിൻ്റെ വിഷനാണ് മുൻകൂട്ടി കാണേണ്ടത്. സാമീപ്യം ഉണ്ടാവണം വിഷയങ്ങളിൽ, ദുരന്തങ്ങളിൽ. ഇപ്പോൾ ഈ ഹൈവേ പോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ശക്തമായി ജനങ്ങൾക്കൊപ്പം നിന്ന് ആ വിഷയത്തിന് പരിഹാരം കാണും. അത് ആവണം തോന്നണം. മൂന്നാമത് ലെജിസ്ലേറ്റീവ് ഇടപെടലുകളാണ്. കേരള നിയമസഭയിൽ കായംകുളത്തിൻ്റെ ജനപ്രതിനിധി സംസാരിക്കുമ്പോൾ ആ നാടിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുണ്ടാവണം, സംസാരിക്കുന്നതിനൊരു കണ്ടൻറ് ഉണ്ടാവണം. കേരളം ശ്രദ്ധിക്കണം. താലൂക്കിൻ്റെ കാര്യം തന്നെ അത് ശക്തമായി പറയുമ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ ലോജിക്കൽ റീസൺ എന്താണ് അങ്ങനെ പറയണം. അതല്ലാതെ ഞാൻ ഏതെങ്കിലും വ്യക്തിപരം ആക്ഷേപിക്കല്ല കേട്ടോ, ഞാൻ പൊതു കാഴ്ചപ്പാട് പറഞ്ഞത്. അതെനിക്ക് അത്തരത്തിലൊരു ഇടപെടൽ കായംകുളത്തുണ്ടായതായിട്ട് തോന്നാത്തത് കൊണ്ടുകൂടി പറയുകയാണ്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. 3 തെരഞ്ഞെടുപ്പിൽ മുൻപ് മത്സരിച്ചയാളാണ് M. ലിജു എന്ന് പറയുന്നത്. നമുക്കറിയാം, അമ്പലപ്പുഴയിലായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ കായംകുളത്തേക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് വേഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. ഈ 3 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തങ്ങൾ 2016 കായംകുളത്തെത്തിയതിൽ നിന്നും ഭിന്നമായി ഏതു തരത്തിലാണ് പ്രതിഫലിക്കുക? അതിൽ എന്ത് കരുതലുകൾ, എന്ത് മുൻകരുതലുകളാണ്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ നൽകുന്ന അനുഭവ സമ്പത്തുണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 31 വയസ്സിൽ യൂത്ത് കോൺഗ്രസിൽ ഇരുന്ന സമയത്ത് ശ്രീ ജി സുധാകരനെതിരെയാണ്.
അപ്പോൾ അന്ന് അദ്ദേഹം വളരെ അധികായനായ നേതാവാണ്, മന്ത്രിയാണ്, വളരെ പോപ്പുലറായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ മത്സരിക്കുമ്പോൾ വിജയസാധ്യത കുറവാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ പാർട്ടി എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാനാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചു. അപ്പോൾ അത് ഒരു 14 ദിവസം മാത്രം, ചുരുങ്ങിയ സമയം മാത്രം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എനിക്കത് നൽകിയ അനുഭവ സമ്പത്തുണ്ടായിരുന്നു. കായംകുളത്ത് ഞാൻ മത്സരിക്കാൻ വന്നു കഴിഞ്ഞ സമയത്ത്, നേരത്തെ പറഞ്ഞ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്ന ഒരു തരംഗത്തിൻ്റെ സമയം, BDJSന്റെ ആദ്യകാല രൂപീകരണ സമയം, വലിയൊരു കുതിപ്പുണ്ടായി. കുതിപ്പുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കലാശിച്ചിട്ടുണ്ട്. പിന്നീട് അമ്പലപ്പുഴയിലും കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ ഒരു ഭരണ തുടർച്ചയുടെ ഒരു സാഹചര്യം, പിന്നെ അമ്പലപ്പുഴ രാഷ്ട്രീയ സ്വഭാവങ്ങളിൽ ഉള്ള ചില ഘടകങ്ങൾ ആയിരുന്നു. ഞാൻ ഇത്തവണ അമ്പലപ്പുഴയ്ക്ക് വേണ്ടി എന്നുള്ളതല്ല, അമ്പലപ്പുഴയിൽ പാർട്ടി കേന്ദ്രീകരിക്കാൻ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ശക്തമായ ആഴത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നു. പക്ഷേ ശ്രീ ജി സുധാകരൻ തന്നെ പിന്തുണയ്ക്കേണ്ടി വന്നപ്പോൾ ഇവിടെ പാർട്ടി മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതിൻ്റെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി പറഞ്ഞാൽ, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ, അതല്ലെങ്കിൽ പാർട്ടി ഈ സ്ഥലത്ത് നിന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയില്ല എന്നൊക്കെയുള്ള ആന്തരികമായ ചില സംഘർഷങ്ങൾ താങ്കളുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് ചിലരെങ്കിലും ആക്ഷേപിക്കാറുണ്ട്. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന വിശകലനങ്ങളിലോ അതിൻ്റെ അനാലിസിലൊക്കെ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്തരം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം എൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ ഒരിക്കൽ പോലും ചോദിച്ചു വാങ്ങിയിട്ടുള്ളതല്ല. ഇത്തവണയും എൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതല്ല. പാർട്ടി ഇവിടുത്തെ ലീഡർഷിപ്പുമായി പ്രാദേശിക നേതൃത്വവുമായി കൺസൾട്ട് ചെയ്ത് ആണ് AICCയും KPC അത്തരമൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കെട്ടായിട്ട് സഹപ്രവർത്തകരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് എന്നോടൊപ്പം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മത്സര പ്രാദേശികമായി പിന്നെ അങ്ങനെ ഒരു എതിർപ്പുണ്ടായി എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മത്സരിക്കാൻ വരികയുമില്ല. അങ്ങനൊരു മത്സരത്തിന് വേണ്ടിയുള്ളൊരു മത്സരത്തിനല്ല. നമ്മൾ കായംകുളത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ തുടരുന്നത്. കായംകുളത്ത് ഒരു കമ്മ്യൂണിറ്റി ബാലൻസ് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്. കായംകുളത്തെ കമ്മ്യൂണിറ്റി ബാലൻസ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ദിവസത്തിൽ വന്ന ഒരു ചാനൽ സർവേയിൽ പോലും അത് വളരെ പ്രോമിനൻസോടുകൂടി പരാമർശിക്കുന്നത് കേട്ടു. അത്തരം കാര്യങ്ങളൊക്കെ ഏത് നിലയ്ക്കാണ് നമ്മൾ കണ്ടത്? ഒന്നാമത്തെ കാര്യം, ഈ ചാനൽ സർവേ എന്നതിനകത്ത് വളരെതും ഒട്ടും ലോജിക്കലല്ലാത്ത സർവേസാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു സർവേ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു പലരും. മാതൃഭൂമി മുൻപ് നടത്തിയുള്ള നിരവധി സർവേകളിൽ തന്നെ, മാതൃഭൂമി എന്നുള്ള സർവേകൾ പലതും VK ശ്രീകണ്ഠൻ 3ാം സ്ഥാനത്ത് പോകുമെന്ന് പ്രവചിച്ച ചാനലാണ് പാലക്കാട്. ഹൈബി ഈഡൻ തോൽക്കുമെന്ന് പറഞ്ഞ് 1,60,60,000 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. കൂടാതെ സർവീസിൻ്റെ നിരവധി കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ കായംകുളത്തെക്കുറിച്ച് ഇവർ പറഞ്ഞ ഒട്ടും ലോജിക്കലല്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പിൽ പോലും കായംകുളം നഗരസഭ ഞാൻ ലീഡ് ചെയ്യുകയായിരുന്നു. ഞാൻ പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പിൽ പോലും 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ കായംകുളം നോർത്ത് ലീഡാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളം മുഴുവനുള്ള രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്ന ആർക്കെങ്കിലും കായംകുളം നഗരസഭയെ സംബന്ധിച്ച് തിരിച്ചത് പറയാൻ പറ്റുമോ? ഞാൻ സാധാരണ ഇതിലൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനവർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ രസകരമായി തോന്നുകയും ചെയ്തു. വ്യക്തിബന്ധങ്ങൾ ചിലതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ ഏറ്റവും കേരള രാഷ്ട്രീയത്തിലെ തന്നെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാണ്, കായംകുളത്ത് നഗരസഭ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ ലീഡ് ചെയ്യും. ഞാൻ UDF ലീഡ് ചെയ്യും, ഞാൻ ലീഡ് ചെയ്യും. തികഞ്ഞ ആത്മവിശ്വാസമാണ്, ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് ആ റെസ്പോൺസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. 10 വർഷത്തെ പിന്നെ അന്നും നല്ല പ്രതികരണങ്ങളുണ്ട്. പക്ഷേ ചില ഘടകങ്ങളുണ്ടല്ലോ, പല സംഘടനകൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേഞ്ചിന് വേണ്ടി ജനം ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 10 വർഷം ഭരണം ഉണ്ടായിരുന്ന ഒരു MLA, ഭരണം സ്വന്തമായിട്ടുണ്ട്, ഭരണകക്ഷി MLA ആണ്. എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊരു വിഷയമല്ലേ? താലൂക്ക് അതേപടി നിൽക്കുന്നു. ദേശീയപാതയുടെ സ്ഥിതി ഇതാണ്. KSRTC സ്റ്റാൻഡ് എന്നൊരു ഗർത്തമാണ്. ഈ നഗരത്തിന് നടുക്കുള്ള KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു ഗർത്തമാണ്, ഒരു കല്ല് മാത്രമാണുള്ളത്. ഞാൻ പോയ നിരവധി സ്ഥലങ്ങളിലെ റോഡുകളിൽ പൊളിഞ്ഞു കിടക്കുന്ന റോഡിൻ്റെ എല്ലാം സൈഡിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, നിർമ്മാണോദ്ഘാടനം. ഈ ജനത്തിനൊരു ഹോപ്പ് കൊടുക്കുകയാണ്, ഇപ്പോൾ പൊളിഞ്ഞിരിക്കട്ടെ, ഞങ്ങൾ പിന്നെ വന്നോളൂ. ഇതിനെ ഒരു ന്യായീകരണം പറയുന്നത് പോലെ അവിടെയെല്ലാം ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്ന ഒരു സാഹചര്യം. ഒരു കളിക്കളം, ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിൽ?
കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ മാത്രം നിൽക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർമാർ 10 വർഷം അധികാരത്തിലുണ്ടായിട്ട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഒരു വനിതയാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലും സാധിക്കുന്നില്ല. ശ്രീ ബിജു പ്രഭാകർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾ അദ്ദേഹം പറഞ്ഞു, കായംകുളത്തിന് വേണ്ടി ഒരു നിവേദനമോ കായംകുളത്തിന് വേണ്ടി ഒരു ഇടപെടലോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ വകുപ്പുകളിലൊക്കെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തിന് മുമ്പിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൃത്യമായി പറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഇത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് കായംകുളത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഊട്ടുമാതുക്കൽ പടവ് പാലത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ശ്രീ ജി സുധാകരനെ പോലൊരു വിഷണറി മിനിസ്റ്റർ എന്നുണ്ടായിരുന്നു. അദ്ദേഹം കായംകുളത്തിൻ്റെ മുൻ മന്ത്രിയായിരുന്നു. ഈ പാലം വേണ്ട എന്ന് പറഞ്ഞ് കൊടുത്ത കത്ത് 6 മറ്റു പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ട കത്തുകൾ ഇവിടെ നിൽക്കുകയാണ്. അത് നിഷേധിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഊട്ടുമാതുക്കൽ കടവ് പാലം ശ്രീ ജി സുധാകരൻ ഒരു സ്വപ്ന പദ്ധതിയായി മുന്നോട്ട് വെക്കുമ്പോൾ ആ പാലം വേണ്ടെന്നും പകരം വേറെ പദ്ധതി മതിയെന്നും പറഞ്ഞ് കൊടുത്ത കത്ത് പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒട്ടും വിഷണറി ഒരു കാഴ്ചപ്പാട് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ, ആസൂത്രിത വികസനമാണ് കായംകുളത്തിന് വേണ്ടതെന്നുള്ളതാണ്. കായംകുളത്തിൻ്റെ ഓരോ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും പൊട്ടൻഷ്യൽ, അതോടൊപ്പം തന്നെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഒരു ആസൂത്രിതമായ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയും അത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ചർച്ച ചെയ്ത് ഭേദഗതികൾ വരുത്തുകയും കായംകുളത്തെ ജനങ്ങളിൽ കൂടി അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നമ്മളതിനെ ഒരു കായംകുളം പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. കായംകുളത്തിന് വേണ്ടത് സമഗ്രമായൊരു വികസന പദ്ധതിയാണ്. അതിൽ ആരോഗ്യ മേഖല വരും, വിദ്യാഭ്യാസ മേഖല വരും, ഗതാഗതവും വാണിജ്യവും സാംസ്കാരികവും ആത്മീയവും കായികവും പിന്നെ കലാപരമായ കാര്യങ്ങളും സ്കിൽ ഡെവലപ്മെൻറ്റ്, തൊഴിലുമായി ബന്ധപ്പെട്ട ഓൺട്രപ്രണർഷിപ്പുകളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. സ്കിൽ ഡെവലപ്മെൻറ്റ് വരും, പുതിയ കാലം അപ്ഡേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ വരും. അങ്ങനെയാണ് നമ്മൾ കായംകുളത്തെ വിഭാവനം ചെയ്യേണ്ടത്. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴപ്പോഴും ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോഴാണ് നഗരത്തിൽ സമഗ്രമായ ഒരു വികസനം സാധ്യമാകുക. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള അർജന്റ് നീഡ് എന്നതായിരിക്കില്ല, അതിനപ്പുറം പുതിയ അർജന്റീനകളുണ്ട്. ഇടപെടേണ്ട നമ്മളിപ്പം ഏറ്റവും സുപ്രധാനമായ ഒരു ആശുപത്രിയിലേക്കുള്ളൊരു റോഡ് തകർന്നു കിടക്കുന്നു, ചെയ്യണം, പ്രിഫറൻസാണ്. ട്രോമകൾ ചെയ്യണം. അതവിടെ തകർന്നു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൊരു കാര്യം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഗതാഗതവും വിദ്യാഭ്യാസവും ആരോഗ്യവും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന ഒരു കോളനിയിൽ, അല്ലെങ്കിൽ ഒരു കോളനി നമ്മൾ ഉപയോഗിക്കുന്ന പദം തെറ്റാണ്, അത്തരം ഒരു ആവാസ കേന്ദ്രത്തിലേക്കുള്ള ഒരു റോഡ് നമ്മൾ മോശമായി കിടക്കുന്നത് ഇപ്പോൾ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് കോളനി എന്നൊരു പദപ്രയോഗം ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അതെന്താണെങ്കിലും അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കേണ്ടി വരും. ചിലപ്പോൾ കുറച്ചുകൂടെ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലത്തെ റോഡ് നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ഇത്തരത്തിൽ ഉള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ കിടക്കേണ്ട ഒരു റോഡിനായിരിക്കും. ലേമാനാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണ് വികസനത്തിൻ്റെ മുൻഗണനാക്രമം അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കുടിവെള്ള പ്രശ്നം, ഒരു പ്രദേശത്ത് ഒരു കുടിവെള്ള പദ്ധതി വരുന്നതിനാണോ മുൻഗണന, മറ്റെന്തെങ്കിലും ആണോ മുൻഗണന എന്ന് ചോദിച്ചാൽ ഞാൻ കുടിവെള്ള പദ്ധതിക്ക് കൊടുക്കും. ഒരു പാർക്ക് ഉണ്ടാകുന്നതാണോ ഒരു കുടിവെള്ള പദ്ധതിയാണെന്ന് വെച്ചാൽ കുടിവെള്ള പദ്ധതിക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം അതല്ലേ. എന്ന് വെച്ചാൽ മറ്റേ വേണ്ടെന്നല്ല, പക്ഷെ മുൻഗണനയുണ്ട്. വികസനത്തിൻ്റെ മുൻഗണനാക്രമം അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ആ നിലയ്ക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത്തരം വികസനത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര വീക്ഷണം മുൻനിർത്തിയുള്ള ഒരു സ്ക്രിപ്റ്റാണ് തരത്തിൽ. തീർച്ചയായും ഞാൻ അത്തരത്തിലാണ്. അതേസമയം ലിജു MLA ആയാൽ കായംകുളത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതിയായി പറയാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിതിനൊരു സമ്പൂർണ്ണ സമഗ്ര വികസനമാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഹെൽത്ത് സെക്ടർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആരോഗ്യ മേഖല, അതിന് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുകൾ ശക്തിപ്പെടണം. പ്രാഥമികമായ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ കിടത്തി ചികിത്സ ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ നമുക്കവിടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം. ഹെൽത്ത് സെക്ടറിന് വലിയ പ്രാധാന്യം നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യരുടെ നേരിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന അവിടെയാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കായംകുളത്തിൻ്റെ വാണിജ്യ വ്യാപാര മേഖലയെ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായ ഗതാഗത മറ്റ് സൗകര്യങ്ങൾ നമുക്കുണ്ടാകണം. കാരണം എംപ്ലോയ്മെൻറ്റ് ജനറേഷനും മണി ജനറേഷനും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സൂചിപ്പിച്ചിരുന്നു സാംസ്കാരികമായ ഒരു കാര്യത്തിൽ കേരളത്തിനൊരു കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലെഗസിയുള്ള. അപ്പോൾ അത്
ഗുരുദേവനാണെങ്കിലും അതുപോലെ തന്നെ PK കുഞ്ഞാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകളുടെ ഒരു ചരിത്രം വരുന്നൊരു സംഭവം. എന്താണ് ഉണ്ണുനീലി സന്ദേശത്തിലൊക്കെ പരാമർശിക്കുന്ന അത്രയും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു അത്തരത്തിൽ ശേഷം ശങ്കർ സ്മാരകത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ചാനൽ ഒന്ന് അവിടെ പോയിട്ട്, എനിക്ക് തോന്നും വളരെ സൂക്ഷിക്കുന്ന വിഷാദ് ഇഴജന്തുക്കളൊക്കെ ആ പ്രദേശം മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാട് പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ നാട് ജന്മം കൊടുത്ത ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി കാർട്ടൂണിസ്റ്റ് ശങ്കർ, അദ്ദേഹത്തിൻ്റെ പേരിൽ മുൻ MLA ഒരു സ്ഥാപനം അവിടെ ആരംഭിക്കുന്നു. അത് തകർന്നു കിടക്കുകയാണോ ചെയ്യേണ്ടത്? അത് ഓരോ അനുദിനം അത് പുരോഗമിക്കണ്ടേ? അതിൻ്റെ ചുറ്റുവട്ടം പരിസരങ്ങളെല്ലാം വൃത്തിയാകണ്ടേ, നന്നായി കിടക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. MLA ടൂറിസം ഹബ്ബാക്കാൻ നമ്മുടെ ഒരു ശ്രദ്ധ. ഇത് നമ്മുടെ വീട്ടിൽ അങ്ങനെ കിടക്കുമോ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ വ്യക്തിപരമായി നമ്മൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ 4 ഭാഗവും കാട് പിടിച്ച് കിടക്കുമോ? എന്തുകൊണ്ടാണ്? നമ്മുടേതാണെന്ന് തോന്നലില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നാട് എൻ്റേതാണെന്ന കാഴ്ചപ്പാടോടെ എൻ്റെ കണ്ണുകളെത്തണം. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ആല് കളിക്കരുത്, എൻ്റെ ചുറ്റും കാട് പിടിക്കരുത്. കാട് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സർക്കാർ ഇടപെടൽ അല്ലെങ്കിൽ സന്നദ്ധ സേവനം, ഞാൻ ഉൾപ്പെടെ രംഗത്തിറങ്ങിയത് വൃത്തിയാക്കപ്പെടണം. മാലിന്യമായ ഒരു പ്രദേശത്ത് കിടന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടാകണം. ശങ്കറിൻ്റെ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ഉൾപ്പെടെയുള്ള ആ സാംസ്കാരിക കേന്ദ്രത്തിന് ചുറ്റും കാട് പിടിച്ച് മോശമായി കിടന്ന് ഞാൻ ഉൾപ്പെടെ നിന്നത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റേതെന്ന തോന്നലോടെ അല്ലെങ്കിൽ നമ്മുടേതെന്ന തോന്നലോടുകൂടി ഒരു ഇടപെടലിൻ്റെ അഭാവം കൃത്യമായ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഓണർഷിപ്പ് തീർച്ചയായും ഞാനൊരു ജനപ്രതിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പദവിയുടെ അട്രാക്ഷൻ അല്ല. അതിനപ്പുറത്ത് എനിക്ക് ജനങ്ങളെ കൂടുതൽ ഉപകാരപ്രദമായ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്നൊരു തലം എന്ന തരത്തിലാണ് എനിക്ക് ഈ നാടിൻ്റെ വികസനത്തിൽ എൻ്റേതായ പങ്ക് വഹിക്കാൻ സാധിക്കും. ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് പ്രപ്പോസ് ചെയ്യാനേ പറ്റൂ. ഇംപ്ലിമെൻറ്റേഷൻ ആരാണ്? ജനപ്രതിയല്ലേ. അപ്പോൾ അത്തരത്തിലൊരു വികസനം ജനങ്ങളുടെ വിഷയം. ഇപ്പോൾ തൊഴിലുറപ്പ് സൈറ്റുകളിൽ ഞാൻ പോയി, കശുവണ്ടി തൊഴിലാളികൾക്ക് പോയി, അവിടെയൊന്നും ആരും അങ്ങോട്ട് ചെല്ലാറില്ല. അവർക്കൊരു അസുഖം വന്നാൽ അവർ MLA ഓഫീസിൽ ഇട്ടു. അങ്ങനെയല്ലല്ലോ, അവരിലേക്ക് ചെല്ലാനുണ്ട്. നമ്മൾ എത്രയോ തൊഴിലുറപ്പിടങ്ങളിൽ നമുക്ക് പോയിരുന്ന് സംസാരിച്ചാൽ എത്ര മനുഷ്യരുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കശുവണ്ടി തൊഴിലാളി ഫാക്ടറിയിൽ നമുക്ക് പോകാൻ സാധിക്കും, കയർ ഇടങ്ങളിൽ നമുക്ക് പോകാൻ സാധിക്കും. ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി നമ്മൾ പോയിരുന്ന് സംസാരിച്ച് അവരുടെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്ത്. കാരണം മനുഷ്യരെ നിവേദനങ്ങളുമായി ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നൊരു MLA-ഷിപ്പ് അങ്ങനെയാണ്. ആളുകൾ നിവേദനങ്ങളുമായി നമ്മളെ സമീപിക്കരുതെന്നല്ല, അത് വേണം. നമ്മൾ കണ്ണെത്താത്ത സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പരമാവധി ശ്രമിക്കണം. നമ്മുടെ കണ്ണുകളെത്താൻ, നമ്മുടെ മനസ്സെത്താൻ, നമ്മുടെ കണ്ണുകളെത്താൻ എത്തി അവരിലേക്കെത്തി അവരിലെ വിഷയങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നിടത്താണ് ഒരു ജനപ്രതിനിധിയുടെ വിജയമെന്നാണ് ഞാൻ കരുതുന്നത്. ലിജു, എനിക്ക് തോന്നുന്നു ഒരു സെൽഫ് മെയ്ഡ് എന്ന് പറയാവുന്ന തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ വളർന്നു വന്ന ഒരാളാണ്. പ്രാദേശികമായി തന്നെ താങ്കൾ പ്രൊഫഷണൽ തുടക്കകാലത്ത് തന്നെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് പ്രസിഡൻ്റായ ഒരാളാണ്. ആ നിലയ്ക്ക് മൊത്തം കേരളത്തിലെ UDF രാഷ്ട്രീയത്തിന് സംഭവിക്കുന്നത് ശ്രമകരമാണ്. MLA ആകുക, അതിനുശേഷം കേരളത്തിൽ പൊളിറ്റിക്കൽ ചേഞ്ചും ഉണ്ടാകുക എന്ന സംഭവമാണ്. ഇതൊരു നെക്ക് ഒരു കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത്രയും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് രംഗം വളരെ കുറഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും മുമ്പുണ്ടായിട്ടില്ല എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയും. ആ നിലയ്ക്ക് ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വലിയ വിജയത്തിന് UDF-ന് എന്തെങ്കിലും സാധിക്കും? UDF-ന്റെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും, ഞാൻ 100% ഉറപ്പായിട്ട് പറയുന്നു. അതായത് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നൊക്കെ ഉള്ളത് LDF അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടും സർക്കാർ കൈയിരിക്കുന്നത് കൊണ്ടും ഉണ്ടാക്കുന്നൊരു പ്രതീതി മാത്രമാണ്. അതൊരു മിറാഷാണ്. യാഥാർത്ഥ്യം എന്നത് പഞ്ചായത്ത് ഇലക്ഷൻ പോലെ ആയിരിക്കും. പഞ്ചായത്ത് ഇലക്ഷൻ നെക്ക് ടു നെക്ക് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. ഇവർ പരസ്യ ബോർഡുകൾ വഴിയും കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്തും പരസ്യം കൊടുത്തും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നൊരു പ്രതീതിക്കപ്പുറത്ത് മത്സരം എനിക്ക് തോന്നുന്നു വളരെ UDF-ന് അനുകൂലമാണ്. ജനം വലിയ മാറ്റം ആഗ്രഹിക്കുന്നു. LDF-നത് മിറാഷും UDF-നത് മിറാക്കിളും ആവും. മിറാക്കിളല്ല, എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷിക്കുന്ന വിജയം കാരണം UDF നേരത്തെ തന്നെ പറയുന്നുണ്ടല്ലോ, കൃത്യമായ മാറ്റത്തിന് വേണ്ടി ജനം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരളം പോലൊരു ജനാധിപത്യ സമൂഹം അത്തരത്തിലുള്ള കോട്ടകൾ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ സംരക്ഷിക്കപ്പെടരുത്. അധികാരത്തിൻ്റെ കുത്തകകൾ തീർച്ചയായും തകർക്കപ്പെടേണ്ടതാണ്.
ലിജുവിനെ പൊതുവേ ഒരു സൗമ്യമുഖമായി എല്ലാവരും സ്വാഭാവികമായി പറയാറുണ്ട്. ഒരു കാര്യത്തെയും അങ്ങനെ അഗ്രസീവായി അഡ്രസ്സ് ചെയ്യാറില്ല എന്ന സ്വഭാവത്തിലാണ് പറയാറുള്ളത്. ഈ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെയുള്ള എക്സ്പീരിയൻസും വിഷയങ്ങളോടുള്ള പ്രതികരണത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഞാൻ വളരെ അഗ്രസീവായ ഒരാളാണ്. അഗ്രസീവായ ഒരാളെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണം? അത് വിഷയങ്ങളോടുള്ള സമീപനത്തിലാണ്, എൻ്റെ പെരുമാറ്റത്തിലല്ല. ഞാനൊരു വിഷയത്തെ ഇടപെടാൻ, ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏറ്റവും അനീതിയോടും തിന്മയോടും നമ്മൾ ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു വിഷയത്തെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. നമ്മളൊരു വിഷയത്തെ അതിരൂക്ഷമായ ഭാഷയിൽ അലറി വിളിച്ച് എതിരാളിയെ ആക്രമിച്ച് അവരെ ശാരീരികമായി പോലും ആക്രമിക്കുന്ന തരത്തിൽ നമുക്ക് പെരുമാറാം. അവരെ വാക്കുകൾ കൊണ്ട് കുത്തി നോക്കിപ്പിക്കാം. നമുക്ക് ആളുകളെ കുത്തി. ഞാൻ എൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ കുറേയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊരു മനുഷ്യൻ്റെ നവീകരണമാണ്. പിന്നീട് ഞാൻ ആലോചിച്ചു, നമ്മൾ ഈ ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ആളുകളെ, എതിരാളിയായി നിൽക്കുന്ന മനുഷ്യൻ്റെ വ്യക്തിപരമായ ദൗർബല്യങ്ങളെ, അല്ലെ ശാരീരിക ദൗർബല്യങ്ങളെ, അയാൾക്കുണ്ടാകുന്ന വ്യക്തിപരമായ ദൗർബല്യങ്ങളെ, രാഷ്ട്രീയ പരാജയങ്ങളെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അപ്പോൾ കേൾക്കുന്നവർക്കൊരു കൈയടി കിട്ടും. അതാണോ ശരി? അതല്ല, എതിരാളിയെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഇതാണ്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ വിഷയങ്ങളെ സമീപിക്കുന്ന രീതി എന്നത് വ്യക്തിനിഷ്ഠമല്ല, വിഷയാധിഷ്ഠിതമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ഞാൻ എതിരാളിയുടെ വ്യക്തിപരമായ ആക്ഷേപിക്കാൻ ഞാനില്ല. അതേസമയം അവർ ഉയർത്തുന്ന വികസന വിഷയങ്ങൾ, MLA എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഞാൻ വിമർശിക്കും. അതാണ് ഞാൻ എല്ലാ വിഷയങ്ങളിലും സ്വീകരിക്കുന്ന സമയം. ഇനി ആ ശൈലി മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുപകരം അങ്ങനെയുള്ള ലിജുവിന് ഉദ്ഘാടന കൺവെൻഷനിൽ തന്നെ ഒരു കല്ലേടി ഉണ്ടായി എന്നത് സങ്കടകരമാണ്. കേരളത്തിലെമ്പാടും അത് രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് LDF വലിയ പ്രചാരണ ആയുധം പോലും ആക്കുകയുണ്ടായി. സ്ത്രീകളോട് പുലർത്തുന്ന ഭാഷാപരമായ ഉപയോഗിക്കാറുള്ള നമ്മുടെ ഷോവനിസ്റ്റ് സമീപനങ്ങൾ, അത്തരം പാട്രിയാർക്കിയൽ ബോധങ്ങൾ സൃഷ്ടിക്കാറുള്ള ഒരു ഭാഷാ പ്രയോഗം ആണ് ഉത്തരവാദിത്തപ്പെട്ട UDF കൺവീനറിൽ നിന്ന് കായംകുളത്ത് കൺവെൻഷനിലുണ്ടായത്. അത് രാഷ്ട്രീയമായി സൗമ്യമുഖം ആയിരുന്നിട്ട് പോലും ലിജുവിൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വലിയ ഒരു കല്ലുകടിയായി മാറുകയുണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാം? ഒന്ന്, ഈ പരാമർശം നടക്കുമ്പോൾ ഞങ്ങളാരും വേദിയിലുണ്ടായിരുന്നില്ല. ഇലക്ഷൻ കൺവെൻഷനിൽ ഞാനും ഉദ്ഘാടകനായ ശ്രീ KC വേണുഗോപാലൊക്കെ എത്തുന്നതിന് മുൻപ് അവിടെ നടന്ന പ്രസംഗത്തിലാണ് ഇത്തരൊരു പരാമർശം ഉണ്ടായത്. അത് അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ആരോടും സംസാരിക്കാതെ തന്നെ ആ വിഷയത്തെ ഞാൻ അപലപിച്ചു. ഞാൻ ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ UDFൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും വേണ്ടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാപ്പ് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് അപ്പോൾ തന്നെ അദ്ദേഹത്തെ ഈ കായംകുളത്തിൻ്റെ UDFൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനും പാവം മനുഷ്യനുമാണ്. പക്ഷേ അന്ന് പ്രസംഗിച്ചപ്പോൾ എന്തോ പറ്റിയൊരു നാക്കുവീഴ്ച തെറ്റായതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയം ആക്കാതിരിക്കാതെ LDFൻ്റെ തീരുമാനമാണ്. പക്ഷെ അവർക്ക് അതിനുള്ള ധാർമ്മികതയില്ല. കാരണം പൂർവ്വകാല പരാമർശങ്ങൾ നിരവധി നിൽക്കുകയാണ്. ഇപ്പോൾ പെമ്പിളെ ഒരുമയെ സമരം നടന്നു, അവർക്കെതിരെ MM മണി നടത്തിയ പരാമർശങ്ങൾ സമാനതകളുണ്ട്. KK രമയെ വിളിച്ച ആസ്ഥാന വിധവയെന്നാണ്. ഇവിടെ കായംകുളത്ത് സ്ഥാനാർത്ഥിയായിരുന്ന അരിത ബാബു ക്ഷീരകർഷയായപ്പോൾ അവരെ അശ്ലീല പരാമർശങ്ങൾ കൊണ്ട് വളരെ മോശമായി ചിത്രീകരിച്ചു. രമ്യ ഹരിദാസിനെ കുറിച്ച് വിജയരാഘവൻ്റെ പരാമർശം, അങ്ങനെ നിരവധി ആളുകൾ. ഇപ്പോൾ ആന്തൂരിലെ മരണമടഞ്ഞ് ആത്മഹത്യ ചെയ്ത ശ്രീ സാജൻ്റെ വിധവയെക്കുറിച്ച് ദേശാഭിമാനി ഹെഡിങ്ങാണ് എഴുതിയത്, മോശപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ ഒന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ, സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളോ പ്രവൃത്തികളോ നടത്തിയതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ ഒരു ചെറുവിരൽ കൊണ്ട് പോലും നടപടിയെടുക്കാത്തവർ, ഒരു തവണ പോലും അപലപിച്ചിട്ടില്ലാത്തവർ, ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കിയാൽ പ്രബുദ്ധമായ സമൂഹം അത് മനസ്സിലാക്കും. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഇതൊരു രാഷ്ട്രീയമായ മേൽപ്പുരകൾ അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെതല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായി വന്നിരിക്കുന്ന ചിലപ്പോൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ എന്തുമാകും. ഇപ്പോൾ ഞാൻ പറയാം, MM മണിയുടെ പ്രസംഗങ്ങളെ CPM ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഗ്രാമ്യ ഭാഷയാണെന്ന് പറഞ്ഞു. ഗ്രാമ്യ ഭാഷയാകുമ്പോൾ നാടൻ ഭാഷയാണ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ന്യായീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ രാഷ്ട്രീയ പ്രസംഗ വേദിയിൽ അല്പം ആണികൾക്ക് ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തും പറയാം എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. അപ്പോൾ അതൊരു പൊളിറ്റിക്കലി കറക്റ്റായ കാര്യമല്ല. ഞാനൊരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പം നമുക്കൊരു എൻ്റെ പാർട്ടിയിലും മുന്നണിയിലും പെട്ട ഒരാൾക്കൊരു പിഴവുണ്ടായാൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അംഗീകരിക്കണം.
ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനെ രാഷ്ട്രീയ വിഷയമാക്കാനുള്ള ധാർമ്മികതയുണ്ടോ CPM-ന്? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് തെല്ലും ബാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളെ ബാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ജനം ഇത് ഇത് ഒരു വിവാദം ഉണ്ടാകരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും പറയരുതായിരുന്നു. പക്ഷെ അത് പറഞ്ഞ് അതിനെ വീണ്ടും അതുമാത്രമാണ് തെരഞ്ഞെടുപ്പിലെ വിഷയം ചർച്ച ചെയ്തപ്പോൾ പല കാര്യങ്ങളും ഉയർന്നു വന്നു. ഞാനതെല്ലാം വിശദമാക്കുന്നില്ല. ഇവിടെ തന്നെ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ? മാധ്യമപ്രവർത്തകർ മാംസ വിൽപ്പനക്കാരാണെന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടില്ലേ? MLA-യിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ എതിരാളിയെ പരാമർശിച്ചു പോകാഞ്ഞതിൻ്റെ പേരെടുത്ത് പറയുന്നു. പക്ഷെ ഉണ്ടായിട്ടുള്ളതല്ലേ? ആരെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും വരുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കേരളത്തിലാകമാനം CPM നേതാക്കന്മാരുടെ പരാമർശമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടൊരു താരതമ്യമുണ്ടായി. ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായപ്പോൾ ഞങ്ങളെടുത്ത രാഷ്ട്രീയ സമീപനം എന്താണ്? മുൻകാലങ്ങളിൽ CPM നേതാക്കന്മാരും വ്യക്തികളും അല്ലെങ്കിൽ CPM-ൻ്റെയും UDF-ൻ്റെയും ആളുകൾ എടുത്തിട്ടുള്ള പരാമർശങ്ങൾ എന്താണ്, അതിലെടുത്തുള്ള നടപടികൾ എന്താണ്? താരതമ്യം ചെയ്യട്ടെ, തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മൊത്തം തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ UDF അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ സംതൃപ്തനല്ല എന്ന് അദ്ദേഹം പുലർത്തുന്ന ഒരു ഫെയർ ആയിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പരാമർശിച്ചത്. ഞാൻ കണ്ടില്ല അങ്ങനെ പരാമർശിക്കുകയുണ്ടായി. ഞാൻ സംതൃപ്തനല്ല എന്ന് പറയുന്നുണ്ടായി. ഒന്ന് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള സംഭവം മുൻനിർത്തിയാണ് അദ്ദേഹം അത്. ഞാൻ രാഹുൽ ഗാന്ധി അസംതൃപ്തി പ്രകടിപ്പിച്ചതായിട്ടുള്ള മാധ്യമ വാർത്തകളെല്ലാം അദ്ദേഹം പരസ്യമായി എവിടെയെങ്കിലും പറഞ്ഞായിട്ട് എനിക്കറിയില്ല. രണ്ടാമത് പിന്നെ പൂർണ്ണമായും സംതൃപ്തം അല്ലല്ലോ നമുക്ക് അവലംബം. ഞാൻ പൂർണ്ണമായിട്ട് നമുക്ക് അവലംബമാക്കാൻ പറ്റില്ലല്ലോ. മാധ്യമ വാർത്തകൾ എങ്ങനെ ചോദിക്കുന്ന ഇത്രമേ ഉള്ളൂ. നമുക്ക് ഇത്തരം വിഷയങ്ങളിലെല്ലാം UDF ഒരു പരിധി വരെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു പരിധി വരെ ഉടനടി നടപടികൾ സ്വീകരിക്കുകയും അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ വളരെ കൃത്യമായി ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില സ്ഥാനാർത്ഥിത്വങ്ങൾ ഇപ്പോഴും ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്നുണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം. അത്തരം കാര്യത്തെ ഏത് സ്വഭാവത്തിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കി. ശ്രീ PK ശശി LDF വിട്ട് പുറത്തു വന്നൊരു സ്വതന്ത്രനായി UDF പിന്തുണയ്ക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? അല്ല, അതെല്ലാം ശരിയാണ്. ഒരു ഞാൻ പറഞ്ഞത് അതൊന്നും ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് മറ്റ് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അയാൾ മോശം ഇന്നയാൾ നല്ലത് എന്ന് പറയേണ്ട കാര്യമില്ല. അത് ശരിയല്ലാത്തൊരു കാര്യം കൂടിയാണ്. പക്ഷെ ഞാനിത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ LDF-ന് ധാർമ്മികതയില്ല. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായ ഓണർഷിപ്പ് അവർക്ക് തന്നെയാണ്. ശ്രീ ശശിയെ സംബന്ധിച്ച് പിന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പോലീസ് റിപ്പോർട്ടോ പാർട്ടി റിപ്പോർട്ടോ ഇല്ലാത്തതുകൊണ്ടാവാം ചിലപ്പോൾ UDF എൻ്റെ ചോദ്യത്തെ ഒരു LDF ചോദ്യമായി കാണേണ്ടതില്ല. ഞാൻ പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരാൻ എല്ലാം 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഏത് പാർട്ടിയും കോൺഗ്രസിനും അല്ലെങ്കിൽ മുന്നണിയിലും എല്ലാം 100% ആവില്ലല്ലോ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. നമ്മളൊരു വലിയ ശരിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. എന്ന് പറഞ്ഞാൽ LDF ഗവൺമെൻറ് മാറിയേ മതിയാകും. LDF ഗവൺമെൻറ് മാറാതിരുന്നാൽ അതുണ്ടാക്കുന്ന തെറ്റിനോളം വരില്ല മറ്റൊരു തെറ്റും. കേരളത്തിൽ LDF സർക്കാർ മാറണം. എങ്കിലേ കേരള സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു വലിയ തെറ്റിനെ തിരുത്താൻ ആവാം, ചെറിയ തെറ്റ്. ഞാൻ അതിലൊരു ഡിസിഷൻ മേക്കറല്ല. തീർച്ചയായിട്ടും നിലപാടുകളിൽ വളരെ കൃത്യതയും സംശയരഹിതമായി രാഷ്ട്രീയമായ പ്രസ്താവനകളിൽ ഉള്ളടക്കത്തിൻ്റെ കരുത്തുകൊണ്ടും ശക്തി കൊണ്ടും എല്ലാം വളരെ ഭദ്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ലിജുവിനെ സംബന്ധിച്ചിടത്തോളം. കായംകുളത്തെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിലെ മറ്റൊരു വൈറലായിട്ടുള്ള ഒന്നായിരുന്നു താങ്കളുടെ വൈകാരികമായ ഒരു പ്രകടനം എന്നത്. അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്നാണ് കരുതുന്നത്. എന്താണ് ലിജുവിന് പിന്നെ കണ്ടപ്പോൾ തോന്നിയത്? വേണ്ടിയിരുന്നില്ലെന്നോ എന്താണ് തോന്നിയത്? അല്ല, നമ്മളത് എന്താ പറയുന്നത്, ഇൻവോളണ്ടറി ആണല്ലോ. നമ്മളതൊരു അതെങ്ങനെ നമ്മൾ സൃഷ്ടിച്ചല്ലോ, മനുഷ്യരാണല്ലോ. ഞാനത് ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായി സ്കൂൾ രാഷ്ട്രീയം കാലഘട്ടം മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. 5ാം ക്ലാസ്സിൽ
KSU കൊടി പിടിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ 10 വയസ്സ് എന്ന് കൂട്ടണം. 10 വയസ്സായപ്പോൾ മുതൽ KSUക്കാരനായതാണ്. ഇപ്പോൾ 46 47 ആവുന്ന കഴിഞ്ഞ 36 വർഷക്കാലമായി രാഷ്ട്രീയം മനസ്സിലും പ്രവൃത്തിയിലുമുണ്ട്. അപ്പോൾ അതിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ജനപ്രതിനിധിയാകുക എന്നത്. പാർട്ടി മാത്രമല്ലല്ലോ, ജനങ്ങളും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ജനപ്രതിനിധിയാകാൻ ശ്രമിച്ചപ്പോൾ 3 തവണ പരാജയപ്പെട്ടു. അതിന് ആദ്യത്തെ പരാജയം ശ്രീ സുധാകരനെതിരെയാണ് അമ്പലപ്പുഴ മത്സരിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നൊരു സമയത്താണ് പാർട്ടിയെടുത്ത് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റല്ല, അവിടെ മത്സരിച്ചു. പിന്നീട് പാർട്ടി ആവശ്യപ്പെട്ടത് കായംകുളത്താണ്. കായംകുളത്ത് കാരണം എന്താണെങ്കിലും പരാജയപ്പെട്ടു. വീണ്ടും അമ്പലപ്പുഴയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ വിലയിരുത്തുന്നത് കൂടുതൽ മെച്ചപ്പെടാനുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ്. ജനങ്ങൾക്ക് നമ്മളെ ഏതൊക്കെയോ എലിമെൻറ്റിൽ കുറേ കൂടി മെച്ചപ്പെടാനുണ്ട് എന്ന് കരുതി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 4മതൊരു മത്സരത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ പരമാവധി നീതി പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്, സത്യസന്ധത പുലർത്താൻ ശ്രമിക്കാറുണ്ട്, പ്രതിബദ്ധത പുലർത്താൻ ശ്രമിക്കാറുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നെ സമീപിക്കുന്ന മനുഷ്യരോട് പരമാവധി അനുകമ്പയോടെ അല്ലെങ്കിൽ അനുകമ്പ എന്നതിനപ്പുറത്ത് അവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാറുണ്ട്. സംവാദങ്ങളിലുൾപ്പെടെ പാർട്ടിയുടെയും നയങ്ങൾ ശക്തമായി പറയുമ്പോൾ തന്നെ വ്യക്തിപരമായ പ്രതിപക്ഷ ബഹുമാനം. അപ്പം എനിക്കിനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആളുകളിൽ നിന്നും അത്തരത്തിലൊരു ചിന്ത ഉണ്ടായപ്പോൾ എന്തോ മാനസികമായി അല്ലെങ്കിൽ കുറച്ചൊരു വിഷമം തോന്നിയത് സത്യമാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മനുഷ്യരിതൊന്നും തീരുമാനിക്കുന്നതല്ലല്ലോ. മനുഷ്യരുടെ പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ അവർ ചിരിക്കുന്നതും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഗദ്ഗതം വരുന്നതും ചിലപ്പോൾ രോഷം വരുന്നതും ഒന്നും തന്നെ നമ്മൾ തീരുമാനിക്കപ്പെടുന്നതല്ലല്ലോ. രോഷം വരാൻ വേണ്ടി രോഷം പ്രകടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സങ്കടം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ വേണ്ടി ദുഃഖം പ്രകടിപ്പിക്കുന്നതോ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നതോ അല്ലല്ലോ. പലപ്പോഴും മനുഷ്യരാണ്. തീർച്ചയായിട്ടും. എന്താണ് ലിജുവിൻ്റെ പോസിറ്റീവ്? അത് ഞാനല്ല പറയേണ്ടത്. ഞാൻ പോസിറ്റീവ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. അത് മറ്റുള്ളവരാണ് പറയേണ്ടത്. എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഗുണവും എന്താണ്, എൻ്റെ ദോഷം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ഓരോ മനുഷ്യർക്കും മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇന്ന ഭാഗങ്ങൾ കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ആംഗിളൂടെ കുറേ കൂടെ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കുറ്റപ്പെടുത്തുമ്പോൾ, ചില ആളുകളോട് നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ അവർക്കെങ്ങനെ ഫീൽ ചെയ്യും എന്നതോടുകൂടി നമ്മൾ ആലോചിക്കണം എന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ കുറേ കൂടി മെച്ചപ്പെടേണ്ട പല മേഖലകളുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കുറേ കൂടി ഓർഗനൈസ്ഡ് ആവണം, കുറേ കൂടി എന്താ പറയുന്നത് കൃത്യനിഷ്ഠ പുലർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ശരീരത്തെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സമൂഹമായിട്ട് ഇടപെടുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മത പുലർത്തണം, കൂടുതൽ പുസ്തകം വായിക്കണം. ഇതൊക്കെ പല പല ചിന്തകൾ ഉണ്ടാവാറുണ്ടല്ലോ. അതൊരു മനുഷ്യൻ കൂടുതൽ നവീകരിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോസിറ്റീവ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അത് ബാക്കിയുള്ളവരാണ് പറയേണ്ടത്. പോസിറ്റീവ് എന്താണ് എന്ന് നമ്മുടെ സ്ഥാനാർത്ഥി ലിജുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നെഗറ്റീവ് കൂടി പങ്കുവച്ചു എന്നതാണ് വസ്തുത. എന്താണ് ഞാൻ ഇനി പാകപ്പെടേണ്ടത്, എത്രമാത്രം ഞാൻ ഇനി ഗ്രൂം ചെയ്യപ്പെടണം എന്നതിനെക്കുറിച്ച് കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും കൂടുതൽ പാകപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ലിജു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സഫലമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സീനിയറ്റിൻ്റെ ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. താങ്ക് യു.